എല്ലാവർക്കും നമസ്കാരം. ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് രുചികരമായ മാമ്പഴ കൂട്ടാനാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ ഇത് തയ്യാറാക്കാം. അതിനായി സാധാരണ മാമ്പഴ കൂട്ടാൻ വയ്ക്കുന്ന ചെറിയ സൈസ് മാങ്ങയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ തൊലി കളഞ്ഞ് വയ്ക്കുക. 9 മാങ്ങയോളം ഞാനിവിടെ എടുത്തിട്ടുണ്ട്. കുക്കർ എടുത്ത് അതിലേക്ക് തൊലി കളഞ്ഞ് വെച്ച മാങ്ങകൾ ഇടുക. അതിലേക്ക് 1 ടീസ്പൂൺ ഫുൾ മുളക് പൊടി ചേർക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. 1 ടീസ്പൂൺ കല്ലുപ്പ് ചേർക്കുക. 1/2 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. 1 തണ്ട് കറിവേപ്പില ചേർത്ത് നമുക്ക് കുക്കർ അടച്ചു വെച്ച് 2 വിസിൽ വരുന്നത് വരെ വേവിക്കാം. ഇനി അരപ്പ് തയ്യാറാക്കാം. 1 മുറി നാളികേരം എടുത്ത് ചെരുകി അതിലേക്ക് 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് അരയ്ക്കുക. ഒരുപാട് വെള്ളത്തിൽ അരയ്ക്കരുത്. ഇതുപോലെ നല്ലപോലെ അരച്ചെടുക്കുക. ഇനി കുക്കർ തുറന്ന് നോക്കിയാൽ മാമ്പഴം വെന്തിട്ടുണ്ട്, നല്ല പാകത്തിനായിട്ടുണ്ട്. ഇനി നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് അതിലേക്ക് ചേർക്കാം. ഒരുപാട് വെള്ളം വരരുത്. വെള്ളം അധികമായാൽ നമ്മുടെ കറി രുചി ഉണ്ടാവില്ല. അപ്പോൾ നേരത്തെ നമ്മൾ 1/2 ഗ്ലാസ് വെള്ളം ചേർത്തിട്ടുണ്ട്. അരപ്പിലും വെള്ളമുണ്ട്. അപ്പോൾ അത് നോക്കുക. ഇതുപോലെ വേണം വെള്ളം വരുവാൻ. ഇനി നല്ല പുളിയുള്ള തൈരാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ 2 സ്പൂൺ തൈര് ഒരു മിക്സിയുടെ ജാറിലെടുത്ത് ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കുക. എന്നിട്ട് അതും ചേർക്കുക. പുളി ഉള്ളതുകൊണ്ടാണ് ഞാൻ 2 സ്പൂൺ തൈര് എടുക്കുന്നത്. ഇനി ഈ തൈരും കറിയുടെ കൂടെ ഇളക്കി യോജിപ്പിക്കുക. അതിനുശേഷം അടുപ്പിൽ വെച്ച് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഒരുപാട് തിളച്ച് പോകരുത്. ഇനി അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉലുവ പൊടിച്ചത് ചേർക്കുക. ഇനി നമുക്ക് താളിക്കാൻ ആവശ്യമായിട്ടുള്ളത് ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായതിനു ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുക്കുന്നത്. 1 ടീസ്പൂൺ കടുക് ചേർത്ത് അത് പൊട്ടി വരുമ്പോൾ നമുക്ക് മുളക് ചേർക്കാം. ഈ സമയത്താണ് നമ്മൾ ഉലുവ ചേർക്കേണ്ടത്. ഉലുവപ്പൊടി ചേർത്തിട്ടില്ല എങ്കിൽ നമ്മൾ ഇവിടെ ഉലുവ ഒരു 1/2 ടീസ്പൂൺ ചേർക്കാം. ഇനി അതിലേക്ക് 2 വറ്റൽ മുളക് നടുകെ പൊട്ടിച്ചതും 1 തണ്ട് കറിവേപ്പിലയും ചേർക്കുക. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി പാത്രം ഒന്ന് അടച്ചു വയ്ക്കാം. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ ഇത് രുചികരമായ മാമ്പഴക്കൂട്ടാൻ തയ്യാറായിട്ടുണ്ട്. നല്ല രുചിയാണ്, നല്ല മണവും വരുന്നുണ്ട്. നമ്മൾ നേരത്തെ ചേർത്ത ഉലുവയൊക്കെ ഇതിൽ ചേർന്നിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.